ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ കട്ട് ഓഫ് റൈഡർ. കട്ട് ഓഫ് റൈഡറുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ കടം കൊടുക്കുന്ന പൈസ. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ആർക്കെങ്കിലും ഒരാൾക്ക് കടം കൊടുത്തിട്ടുണ്ടായിരിക്കും അല്ലേ? പൈസ. നിങ്ങൾ കടം കൊടുത്ത ഈ പൈസ കറക്റ്റായിട്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടാറുണ്ടോ? ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കി. ഇല്ല എന്നാണ് ഏറ്റവും കൂടുതൽ കമൻറ്റ് വരാൻ പോകുന്നത് എന്നുള്ള കാര്യം എനിക്കറിയാം. എന്നാലും ഞാൻ ജസ്റ്റ് ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. നമ്മളോട് പൈസ കടം ചോദിക്കുന്നവർ ആവശ്യം ഉള്ളവരാണെങ്കിലും ആവശ്യമില്ലാതെ ചുമ്മാ മേടിക്കുന്നവരാണെങ്കിലും ശരി, ഇവർ ഫോളോ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? അതായത് ആ പൈസ അവരുടെ ഉപയോഗത്തിന് അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അവർ നമ്മുടെ ഫ്രണ്ടിൽ അഭിനയിക്കാൻ പറ്റുന്നത്രയും നല്ല രീതിയിൽ അഭിനയിക്കും. ആ അഭിനയം അവരൊരു സിനിമയിലേക്കാണ് അഭിനയിക്കുന്നതെങ്കിൽ ഓസ്കാർ അവാർഡ് കിട്ടാൻ വരെ ചാൻസ് കൂടുതലുള്ള അഭിനയമായിരിക്കും നമ്മുടെ മുമ്പിൽ അഭിനയിക്കാൻ പോകുന്നത്. ശരിയല്ലേ? ഒന്ന് ചിന്തിച്ച് നോക്കി. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടോ ഇല്ലയോ ഇതൊന്നും അവർ ചിന്തിക്കത്തില്ല. അവർക്ക് അവരുടെ കാര്യം നേടിയെടുക്കണം എന്നുള്ള ഒരൊറ്റ മൈൻഡ് സെറ്റിലാണ് അവരിങ്ങനെ ഓരോരോ കാര്യങ്ങൾ കാണിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിൻ്റെ വിശാലത കൊണ്ട് വിശാല മനസ്കത കൊണ്ട് നമ്മളാണെങ്കിൽ അയ്യോ അവൻ ചോദിച്ചതല്ലേ, എൻ്റെ കയ്യിൽ ഇപ്പം ഇല്ല പൈസ, പക്ഷെ അവനോട് എങ്ങനെ ഇല്ലെന്നിപ്പോൾ പറയുന്നത്, ഇനിയിപ്പോൾ എവിടെ നിന്നൊക്കെ ഒപ്പിച്ച് കൊടുത്താലോ, തൽക്കാലം അവൻ്റെ കാര്യം നടക്കട്ടെ എന്നും വിചാരിച്ച് നമ്മൾ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ഇല്ലാത്ത പൈസ ചിലപ്പോൾ അടുത്തയാളുടെ കയ്യിൽ നിന്ന് കടം മേടിച്ച് നമ്മൾ കൊടുക്കും. പറഞ്ഞു മനസ്സിലായില്ലേ? അങ്ങനെ നമ്മൾ കടം മേടിച്ച് കൊടുക്കാതെ നമ്മൾ അവിടെ ഒരു തേർഡ് പാർട്ടി ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മളോട് നമ്മുടെ വേറൊരു കൂട്ടുകാരൻ നമ്മളോട് പൈസ ചോദിച്ചു, അതേസമയം അവൻ്റെ പ്രശ്നമാണല്ലോ എങ്കിൽ അവനെ ഇതുകൊണ്ട് രക്ഷപ്പെടട്ടെ, അല്ലെങ്കിൽ അവൻ്റെ കാര്യങ്ങൾ നടക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മളാണെങ്കിൽ അടുത്തവനോട് പോയി കടം ചോദിക്കും. അതായത് അവൻ്റെ കടം ഓൾറെഡി നമ്മൾ കയറി ഏക്കുവാണെന്നാണ് അതിൻ്റെ അർത്ഥം. ശരിക്കും ചിന്തിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. അതായത് കാര്യം പറഞ്ഞാൽ മറ്റവനാണ് ആവശ്യം, പക്ഷെ അത് നമ്മൾ ഏറ്റെടുക്കാൻ നേരത്ത് അത് നമ്മുടെ ആവശ്യമായി മാറുകയാണ് അവിടെ. അപ്പം നമ്മുടെ ആവശ്യമായി അവിടെ മാറാതെ പിന്നീട് നമ്മൾക്കാണ് ആ പൈസ കടം വന്നത്. അങ്ങനെ നമുക്ക് കടം വന്നെന്നുള്ള രീതിയിൽ നമ്മൾ അടുത്തയാളോട് ചോദിക്കും. അടുത്തയാളോട് ചോദിക്കുമ്പോൾ ഇപ്പം നമുക്ക് ചിലപ്പം എവിടുന്നേലുമൊക്കെ കറക്റ്റ് ചെയ്യാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അവനെ ഈ സമയത്ത് നമുക്ക് അവനെ സഹായിക്കാൻ പറ്റുമെങ്കിൽ, അതായത് എനിക്കിപ്പം എൻ്റെ കൂട്ടുകാരനെ എനിക്കിപ്പോൾ ഈ സമയത്ത് സഹായിക്കാൻ പറ്റുമെങ്കിൽ അത് വലിയൊരു അനുഗ്രഹമാകും, അല്ലെങ്കിൽ അവൻ്റെ കാര്യം നടന്നു പോകട്ടെ, ആ ഒരു രീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കാൻ നേരത്ത് മറ്റവൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ എങ്ങനെയെങ്കിലും വാങ്ങിച്ചെടുക്കുക എന്നുള്ളത്. പറയാൻ മനസ്സിലായില്ലേ? രണ്ടുപേരുടെ ലക്ഷ്യങ്ങൾ തമ്മിൽ ഏകദേശം സെയിം ആണ്. അപ്പം നമ്മൾ അടുത്തയാളുടെ കയ്യിൽ നിന്ന് ഇതുപോലെ കടം മേടിക്കുക, അതായത് നമ്മൾ ആ കടക്കാരനായി മാറുക. എന്നിട്ട് നമ്മളിപ്പം അടുത്തയാളുടെ കയ്യിൽ നിന്ന് പൈസ കടം മേടിച്ചതിന് ശേഷം നമ്മൾ ഇവന് കൊടുക്കും. അപ്പോഴത്തേക്കും നമ്മൾ കടം മേടിക്കുന്ന ആളൊരു ഡേറ്റ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പം ആ ഡേറ്റ് തന്നെ നമ്മളോട് കടം ചോദിച്ച കൂട്ടുകാരനോടും പറയും. അപ്പോഴത്തേക്കും ആ സമയത്ത് അവരാണെങ്കിൽ അവിടെ തരാം കേട്ടോ, ഇന്ന സമയത്ത് തന്നെ തന്നേക്കാം, അവിടെ കറക്റ്റ്, അല്ലെങ്കിൽ നീ പറയുന്ന ദിവസത്തിൻ്റെ തലേന്ന് തന്നെ തന്നേക്കാം, അല്ലെങ്കിൽ വൈകുന്നേരം തന്നെ തന്നേക്കാം, അല്ലെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ തന്നെ തന്നേക്കാടാ, കുഴപ്പമൊന്നുമില്ല, എനിക്കിപ്പോൾ ഇതുപോലെ അർജൻറ്റായി പോയതുകൊണ്ട്, അല്ലെങ്കിൽ അത്ര പെട്ടെന്ന് ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ ആരോടും ചോദിക്കത്തില്ലായിരുന്നു, എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന കാര്യം പറയാം, പക്ഷേ ഇപ്പോൾ എനിക്ക് എൻ്റെ കയ്യിൽ ഉള്ളായിരുന്നതും കൂടി ചിലവായിപ്പോൾ, അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് പൈസയുടെയും കൂടി അർജൻറ്റ് കേസിട്ട് വന്നു. അങ്ങനത്തെ പല രീതിയിലുള്ള ഡയലോഗുകളായിരിക്കും വരാൻ പോകുന്നത്. അപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കലി അവർ പറയുന്നത് നമ്മളങ്ങ് വിശ്വസിച്ച് നമ്മളാണെങ്കിൽ കണ്ടവൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച് ഇവന് നമ്മൾ കൊടുക്കും. എന്നിട്ട് പിന്നെ വരാൻ പോകുന്ന സീൻ എന്നാന്ന് വെച്ചാണല്ലോ, ഈ നമ്മളോട് പൈസ ചോദിച്ചവനില്ലേ, അവനാണെങ്കിൽ കറക്റ്റ് സമയത്ത് നമുക്ക് പൈസ തരാതെ പോകും. അതായത് ഇതൊരു വിശ്വാസത്തിൻ്റെ കാര്യം കേട്ടോ. അതായത് അവൻ്റെ നമ്മൾ ഇന്ന സമയത്ത് മേടിക്കുമ്പോൾ ഇവൻ ഇന്ന സമയത്ത് എനിക്ക് തരും, അപ്പോൾ അതുപോലെ തന്നെ തിരിച്ചു കൊടുത്ത് റോൾ ചെയ്ത് പോകാം എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് നമ്മൾ കയറി ഇത് ഏക്കുന്നത്. അപ്പം അവിടെ ആരെങ്കിലും ഒരാൾ മീൻസ് നമ്മളോട് ചോദിച്ച ഒരാൾ വിശ്വാസവഞ്ചന കാണിച്ചു കഴിഞ്ഞാൽ പോലും നമ്മൾ ആ പൈസ ഉണ്ടാക്കി കൊടുക്കാൻ ബാധ്യസ്ഥനായി മാറുകയോ ചെയ്യുന്നത്. അതായത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി ഭാരങ്ങളെടുത്ത് തലയിലേക്ക് ഇനി മേലാൽ വെക്കാൻ പാടില്ല എന്നാണ് ഞാൻ നിങ്ങളോട് മെയിനായിട്ട് പറഞ്ഞു വരുന്നത്. അതായത്
വേറൊരാളുടെ കടം കയറി നമ്മൾ കയറി ഏൽക്കേണ്ട കാര്യമില്ല. നമ്മൾ നമ്മുടെ കാര്യം നോക്കി അങ്ങ് നിന്നാൽ മാത്രം മതി. എല്ലാവരുടെയും കടം ഏൽക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവസാനം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം ജീവിച്ച് തീർക്കാൻ പറ്റത്തില്ലാതായിട്ട് വരും. കാരണം നിങ്ങൾ വലിയൊരു കടക്കണിയിലേക്ക് പിന്നെ കയറി കയറി പോവുക. കാരണം ഉത്തരവാദിത്തം കയറി ഏൽക്കുന്നതനുസരിച്ച് നമ്മളത് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. പറഞ്ഞ് മനസ്സിലായില്ലേ? അപ്പം ഈ പറഞ്ഞ വാക്കിന് വില കൽപ്പിക്കുന്നവരാണ് മെയിനായിട്ട് ഈ അബദ്ധങ്ങളിൽ ചെന്ന് ചാടാൻ വേണ്ടിയിട്ട് ഏറ്റവും സാധ്യത കൂടുതൽ. പറഞ്ഞ് മനസ്സിലായില്ലേ? അതായത് ഈ പറഞ്ഞ വാക്കിന് വില കൊടുക്കുന്നവർക്കൊരു കുഴപ്പമുണ്ട്. ഇവരിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം കയറി ഏറ്റു കഴിഞ്ഞാലുണ്ടല്ലോ, അവരാണെങ്കിൽ എന്ത് തടസ്സങ്ങൾ വന്നെന്ന് പറഞ്ഞാൽ അവരത് ചെയ്യും. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ കുറേ തടസ്സങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് മാറി മാറി വരും. അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ നമ്മുടെ കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കുക, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ലക്ഷ്യങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ പുറകെ ഫോളോ ചെയ്യുക. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുക. ഈ കടം കൊടുക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷേ തിരിച്ച് കിട്ടും എന്നുറപ്പുള്ള ആരെങ്കിലും വിശ്വസ്തരായിട്ടുള്ള ആരെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കടം കൊടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്കിപ്പം വിശ്വാസമൊന്നുമില്ല, വർഷങ്ങൾക്ക് ശേഷമാണ് കാണുന്നത്, അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് അവരെന്നോട് ഇങ്ങനെ ഒരു കാര്യം ചോദിക്കുന്നത് എന്നുള്ളൊരു പേരിലാണെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ടിങ് ഒരു ചെറിയൊരു എമൗണ്ട് കൊടുക്കുക. ഒരു ചെറിയ എമൗണ്ട് അവർക്ക് കൊടുക്കുക. എന്നിട്ട് എടാ എന്നെ കൂടി ഇത്രയൊക്കെ ഒപ്പിച്ച് തരാൻ പറ്റുള്ളൂ എന്ന് പറയുക. അതേസമയം വലിയ എമൗണ്ട് കയറി കൊടുക്കാൻ നിൽക്കരുത്, ദയവ് ചെയ്ത്. ഞാൻ പറയേണ്ട അർത്ഥം മനസ്സിലായോ? അതായത് വലിയ എമൗണ്ട് നമ്മൾ കയറി എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇവൻ വാക്ക് തെറ്റിച്ച് കഴിഞ്ഞാൽ പോലും ഈ വിശ്വസ്തരായവരില്ലേ, അതായത് നമ്മൾ വിശ്വസിച്ച് അവർ നമ്മളെ ചിലപ്പോൾ ചതിച്ചു കഴിഞ്ഞാൽ പോലും ആ പൈസയുടെ കടം നമ്മുടെ കടലിലേക്ക് കയറും. അതാണ് ഞാൻ മെയിനായിട്ട് പറഞ്ഞു വന്നത്. അപ്പം പൈസ നിങ്ങളിപ്പം ആർക്കെങ്കിലും കടം കൊടുക്കുകയാണെങ്കിൽ തന്നെ വേറൊരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അതായത് ഇപ്പം നമ്മൾ വേറൊരാൾക്ക് പൈസ കടം കൊടുക്കുകയാണ്. അങ്ങനെ കടം കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ആ പൈസ തിരിച്ച് പ്രതീക്ഷിച്ചുകൊണ്ട് ഒരിക്കലും അയാൾക്ക് കടം കൊടുക്കരുത്. ആ പൈസ ഇപ്പം എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഞാൻ ദാനമായിട്ട് തരുവാണ്, പറഞ്ഞ് മനസ്സിലായില്ലേ? അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി, എൻ്റെ കയ്യിൽ നിന്ന് കളഞ്ഞു പോയി അത്രയും പൈസ എന്നുള്ള മൈൻഡ് സെറ്റിൽ മാത്രമേ ഈ പൈസ നമ്മൾ എല്ലാവർക്കും കടം കൊടുക്കാവുള്ളൂ. അത് കൂട്ടുകാരനാണെങ്കിലും ശരി, റിലേറ്റീവ്സ് ആണെങ്കിലും ശരി, ആരാണെങ്കിലും ശരി. നമ്മൾ പൈസ മറ്റൊരാൾക്ക് കടം കൊടുക്കുകയാണെങ്കിൽ ആ പൈസ തിരിച്ച് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ കൊടുക്കാനേ പാടില്ല. കാരണം കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അവിടെ ബന്ധങ്ങൾക്ക് അകൽച്ച വരും. പറഞ്ഞ് മനസ്സിലായോ? ഈ ബന്ധങ്ങൾക്ക് അകൽച്ച വീഴുന്നത് എന്നാന്ന് വെച്ചാൽ ഈ വിശ്വാസവഞ്ചന തന്നെയാണ് ഈ അകൽച്ച വീഴാൻ കാരണം. അല്ലാത്ത പക്ഷം ഇപ്പം നമ്മളെ പറ്റിച്ചിട്ട് പോയ ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് കറക്റ്റ് സമയത്ത് തരാൻ പറ്റാത്ത ഒരു വ്യക്തിയാണെങ്കിൽ നമ്മളെ പിന്നെ നാളെ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ ചിലപ്പോൾ മൈൻഡ് ചെയ്യാതെ പോകും, അല്ലെങ്കിൽ നമ്മളെ കാണുമ്പോൾ നമ്മുടെ തലവട്ടം കാണുമ്പോഴത്തേനും ഒളിച്ചിരിക്കുക. അങ്ങനത്തെ പല പരിപാടികൾ ഇതിനകത്ത് നടക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അവനിപ്പം നമ്മളെ ഡയറക്റ്റ് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അയ്യോ അവന് ഞാൻ പൈസ കൊടുക്കാറുണ്ടല്ലോ, അപ്പോൾ അവൻ ഇത്രയും പേരുടെ ഫ്രണ്ട് വെച്ച് എന്നോട് പൈസയുടെ കാര്യം ചോദിക്കുമോ, അല്ലെങ്കിൽ എന്നോട് ഇനി പൈസയുടെ കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ എന്നെ തപ്പി ഇറങ്ങിയതാണ്. അങ്ങനെ പല മൈൻഡ് സെറ്റ് ആയിരിക്കും ഈ പൈസ മേടിച്ചിട്ട് പറ്റിച്ചിട്ട് പോയവന്. പറഞ്ഞ് മനസ്സിലായില്ലേ? അപ്പം നമ്മൾ ചിലപ്പം ആ രീതിയിലല്ല, എങ്കിൽ പോയത് പോട്ടെ എന്നുള്ള രീതി, അല്ലെങ്കിൽ ഇനി വരുന്നിടത്ത് വെച്ച് കാണാം, അല്ലെങ്കിൽ ഇനിയിപ്പം എടാ എങ്കിൽ പിന്നെ തന്നാലും മതി ഇപ്പോൾ ഇല്ലെങ്കിൽ എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ ചിലപ്പോൾ പോകുന്നത്. പക്ഷേ നമ്മുടെ മൈൻഡ് സെറ്റ് എന്താണെന്ന് എതിരെ നിൽക്കുന്നയാൾക്ക് അറിയത്തില്ല. പറഞ്ഞ് മനസ്സിലായില്ലേ? അപ്പം വെറും പൈസ നിങ്ങൾ കടം കൊടുത്തതിൻ്റെ പേരിൽ മാത്രമായിരിക്കും ആ ബന്ധം അറ്റുപോകുന്നത്. അതേസമയം നിങ്ങളോട് പൈസ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ പറയുക, എടാ എൻ്റെ കയ്യിൽ ഇപ്പം സഹായിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം എൻ്റെ കയ്യിൽ പൈസയൊന്നും ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ നല്ലൊരു രീതിയിലാണ് കഷ്ടതയിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ മറിക്കാൻ വേണ്ടിയിട്ട് വേറെ ഫണ്ടൊന്നും ഇല്ല. എനിക്കൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു. അപ്പം ഇത്ര ദിവസത്തിനകം ഞാൻ ഇന്ന ടാസ്ക് അറ്റൻഡ് ചെയ്തേക്കുമോ, ഇത്ര ദിവസത്തിനകം ഞാൻ ഇന്ന കാര്യം ചെയ്ത് തീർക്കുമെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോഴത്തേക്ക് ആ പൈസയ്ക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ വഴി താഴെ കിടന്ന ഒരു പൈസനകത്ത് നിന്ന് ഒരു രൂപ നിലത്ത് കിടന്ന് കിട്ടിയാൽ പോലും അതുപോലും എനിക്ക് ചിലവാക്കാനുള്ള ഒരു മനസ്സില്ലടാ. കാരണം ആ പൈസ അവരെ എനിക്ക് സേവ് ചെയ്താലേ എനിക്ക് എൻ്റെ കാര്യം നടക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിലൂടെ ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞ് എതിരെ നിൽക്കുന്നവരെ കൺവിൻസ് ചെയ്ത് വിടുക. കാരണം പണം കൊടുത്തു കഴിഞ്ഞാൽ മീൻസ് പൈസ കൊടുത്തിട്ട് തിരിച്ച് കിട്ടുകയില്ല എന്ന് ഞാൻ 100% ഉറപ്പിച്ച് പറയുന്നില്ല കേട്ടോ. പൈസ മേടിച്ച് കഴിഞ്ഞാൽ തിരിച്ച് കൊടുക്കുന്നവരുമുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ മേടിച്ച് കഴിഞ്ഞാൽ തിരിച്ച് കൊടുക്കാൻ പറ്റാത്തവരുമായിട്ട് നമ്മൾ പിന്നെ ഇങ്ങനെ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ ആ ബന്ധം തന്നെ അറ്റുപോകും. അത് അറ്റുപോകാൻ കാരണം വെറും നമ്മൾ പൈസ കൊടുത്തു എന്നുള്ളതിൻ്റെ ഒറ്റ പേരിൽ മാത്രമായിരിക്കും ആ ബന്ധം അറ്റുപോകുന്നത്. അതേസമയം നമ്മളെ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ആണെങ്കിൽ പോലും നമ്മളെ കണ്ട് അവർ മിണ്ടും, വർത്തമാനം പറയും, എല്ലാ കാര്യങ്ങളും പഴയതുപോലെ തന്നെ നടക്കും. ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞ് അത് അവിടെ കൊണ്ട് തീർന്നു. അതേസമയം നമ്മളത് കയറി ഏൽക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് ഒട്ടും ശരിയാകത്തില്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്.
അപ്പം ഇത്രയും കാര്യം ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്കത് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ പുതിയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.